എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാൻ ഇന്നലെയും ഹോർമുസിലെ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ കപ്പൽ തീപിടിച്ചതോടെ ഹോർമുസിൽ ഇറാനെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം ഹോർമുസിലൂടെ തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും കടന്നു പോകാൻ കഴിയില്ലെന്നാണ് ഇറാൻ നാവികസേന വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയിൽ ഇറാൻ പിടിമുറുക്കിയതോടെ ഇതിന് ബദലായി പുതിയൊരു പാത തുറക്കുന്നതിനെ കുറിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ആലോചന നടത്തുന്നത്. ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസിനെ യുദ്ധം മൂലം ഇറാൻ അടച്ചിടുന്നതോടെ അത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. ഹോർമുസിനെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയാത്തതും ഇറാനുമായി യുദ്ധം തുടർന്നു പോകുന്നതും ട്രംപിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇറാൻ നേവിയുടെ കമാൻഡറായ അഡ്മിറൽ അലി റസ തൻസിരി പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ തെക്കൻ മേഖലയായ ഹസ്താൻ, ഹോർമുസ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക വൻതോതിൽ ആക്രമണം നടത്തുന്നത് ഒരു കരയാക്രമണത്തിനും അമേരിക്ക തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇറാൻ ഇതിനെ വിലയിരുത്തുന്നത് എന്നാണ് ഇറാന്റെ പാർലമെന്റേറിയൻ ആമിർ ഹുസൈൻ സബദി പറയുന്നത്. ഈ തെക്കൻ പ്രദേശത്തെ തീരദേശ സംരക്ഷണ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ ശൃംഖലകൾ, സൈനിക കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ ഗതാഗത സംവിധാനങ്ങളായ റോഡുകൾ, പാലങ്ങൾ ഇവയൊക്കെ ലക്ഷ്യമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക വലിയ തോതിൽ ആക്രമണം നടത്തുന്നത് അവർക്ക് ഈ ദ്വീപുകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. എന്നാൽ US അത്തരം ബുദ്ധിമോശം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും ആമിർ ഹുസൈൻ സബദി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അഥവാ അവർ അങ്ങനെ ചെയ്താൽ ഇവിടെ ഇറങ്ങുന്ന അമേരിക്കൻ സൈന്യത്തിന് പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നു. അവരെ കപ്പലുകളിൽ അടച്ച് ഹോർമുസിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ അയക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇറാനെ അമേരിക്ക ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നും അദ്ദേഹം താക്കീത് ചെയ്യുന്നു. ഇറാനിലെ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ട്രംപ് വിളിച്ചു ചേർത്ത മീറ്റിംഗിനെ വിലയിരുത്തിക്കൊണ്ടാണ് ആമിർ ഹുസൈൻ സബദി ഇത് പറയുന്നത്. ട്രംപിന്റെ മീറ്റിംഗുകളിലെ രഹസ്യ ധാരണകൾ പോലും ഇപ്പോൾ ഇറാൻ അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോർമുസിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കരയുദ്ധം എന്ന അവസാന ഘട്ടത്തിലേക്ക് കടക്കാനും നമ്മൾ മടിക്കേണ്ടതില്ല എന്നാണ് ഈ മീറ്റിംഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇതിന്റെ പ്രായോഗികതയെ അമേരിക്കൻ സൈന്യം തന്നെ എതിർക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ ഏതുതരം പ്രതിരോധങ്ങളും ആയുധങ്ങളും ഉണ്ട് എന്ന് ഉറപ്പാക്കാതെ അവിടേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് അമേരിക്കൻ സൈനിക നേതൃത്വം ട്രംപിനെ ഉപദേശിക്കുന്നത്. അങ്ങനെ കരയുദ്ധം എന്ന ആശയം തർക്കങ്ങളും ചർച്ചകളുമായി അമേരിക്കയിൽ തുടരുമ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ വിൽക്കാൻ വേണ്ടി ഒരു ബദൽ മാർഗം ഇപ്പോൾ ആരാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഹോർമുസിനെ ഒഴിവാക്കി അബുദാബിയിലെ അഫ്ഷാനിൽ നിന്നും നേരിട്ട് ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ തുറമുഖത്തേക്ക് എണ്ണ എത്തിക്കാൻ കഴിയുന്ന ഒരു പുതിയ പൈപ്പ് ലൈനിന്റെ പണി UAE ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2027 ഈ പൈപ്പ് ലൈനിന്റെ പണി പൂർത്തിയാവുന്നതാണ്. ഇതോടെ UAEക്ക് 36 ലക്ഷത്തിലധികം എണ്ണ ഓരോ ദിവസവും കയറ്റുമതി ചെയ്യാൻ കഴിയും എന്നാണ് UAEയുടെ ഭരണാധികാരി പറയുന്നത്. അതിനൊപ്പം ഹോർമുസിനെ ഒഴിവാക്കിക്കൊണ്ട് ഫുജൈറയിൽ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന വിധം വലിയൊരു പോർട്ടും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പണിയും ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് UAE പറയുന്നത്. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇതെല്ലാം പ്രയോജനപ്പെടുക. അത് വലിയ ആശ്വാസമാവും നമുക്കുണ്ടാക്കുക. സൗദിയും ബദൽ മാർഗം കണ്ടെത്തിയിരിക്കുന്നു. സൗദിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചെങ്കടലിലെ യാംബൂലെ പോർട്ടിലേക്ക് അവരിപ്പോൾ എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ദിവസം 70 ലക്ഷം ബാരൽ എണ്ണയാണ് അവർ ഈ യാംബു വഴി പുറത്തേക്ക് കടത്തുന്നത്. ഇറാഖിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ തുർക്കി, സിറിയ, ജോർദാൻ വഴി കരമാർഗം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചുകൊണ്ട് എണ്ണ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ എണ്ണ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖത്തറിനും കുവൈറ്റിനും ബദൽ മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഇവരുടെ എണ്ണ കൊണ്ടുപോകാൻ യാതൊരുവിധ മാർഗവുമില്ല. എത്ര ബില്യൺ ഡോളർ മുടക്കി അറബ് രാജ്യങ്ങൾ പൈപ്പ് ലൈനുകൾ പണിതാലും യൂറോപ്പിലേക്കുള്ള എണ്ണ കയറ്റുമതിക്ക് അതൊരു ആശ്വാസമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നതിന് ഈ പൈപ്പ് ലൈനുകളെ ആശ്രയിക്കാം. എന്നാൽ മറ്റു ചരക്കുകൾ എങ്ങനെ അമേരിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലുമൊക്കെ ആയിട്ട് എത്തിക്കും എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഹോർമുസിനെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. ഹോർമുസിലൂടെ ഒരു ദിവസം ഏതാണ്ട് 1 കോടിയിലധികം ബാരൽ എണ്ണയാണ് കടന്നു പോകുന്നത്. ഇതുകൂടാതെ 100 കണക്കിന് മറ്റ് ചരക്ക് കപ്പലുകളും കടന്നു പോകുന്നുണ്ട്. ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ ഗ്യാസ് കയറ്റുമതിക്ക് ഹോർമുസിനെ ആശ്രയിച്ചേ പറ്റൂ. കാരണം കപ്പൽ വഴിയാണ് ഇതെല്ലാം പോകുന്നത്. അതുകൊണ്ട് ഹോർമുസ് അല്ലാതെ
മറ്റു ബദൽ മാർഗമൊന്നും ഇതിനുണ്ടാക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെങ്കടൽ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം ഉള്ളതുകൊണ്ട് അതും സുരക്ഷിതമായ പാതയല്ല. അതിനേക്കാൾ നല്ലത് ഹോർമുസ് തന്നെയാണ്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന തരത്തിലാണ് ഇറാന്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. ഇറാനിൽ നിന്നും ഉയരുന്ന ഓരോ മിസൈലുകളും ലോകത്തിന്റെ നെഞ്ചത്തേക്കാണ് വീഴുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ താൻപോരിമയും ആധിപത്യ മനോഭാവവും അമേരിക്കയുടെ തന്നെ കാലിൽ ചുറ്റിപ്പിടയുന്ന ഒരു വള്ളിയായിട്ട് അവരെ ഇപ്പോൾ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രതിസന്ധികൾ വളരുകയും യുദ്ധം മുറുകുകയും ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ വലിയ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ജോർദാനിൽ ഏറ്റവും അവസാനമുണ്ടായ ആക്രമണം. അതിൽ വൻ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. വില കൂടിയ ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ അവർക്ക് ഇവിടെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് സിറിയയിലും അവർക്ക് സംഭവിച്ചതാണ്. ഇങ്ങനെ നഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ യുദ്ധത്തിൽ നിന്നും ട്രംപ് തനിയെ പിന്തിരിയുന്നതിനുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കരമാർഗമോ ആകാശമാർഗമുള്ള ഏതൊരു യുദ്ധത്തിനും ഇറാൻ സജ്ജമാണ് എന്നാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഇനിയും ഉപയോഗിക്കാത്ത 10,000-കണക്കിന് ആയുധങ്ങളുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ട്രംപ് എന്തിനോ വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അയാളുടെ ലക്ഷ്യമെന്ന് ലോകത്ത് ആർക്കും പിടികിട്ടുന്നില്ല. അമേരിക്കൻ സൈന്യത്തിന് പോലും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ട്രംപിന്റെ ഏത് കുബുദ്ധിയെയും മറികടക്കുന്ന തരത്തിൽ ഇറാൻ ഇപ്പോൾ ട്രംപിനെ മലർത്തിയടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം പറയാൻ. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.